ഇന്ന് സോനയുടെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ? അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ട് വന്നതാണ്. സോന ചിക്കൻ ഫ്രൈ ആണോ? അതെ, ചിക്കൻ ഫ്രൈ. ഇങ്ങോട്ട് പറ. ചിക്കൻ ഫ്രൈ. എന്തൊക്കെ ഇവിടെ കുഴച്ചോട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇന്നത്തെ ഷെഫ് സോനയുണ്ടോ? അപ്പോൾ സോനയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നമുക്ക് കാണാം. പറയ്, ഇന്ന് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് വെച്ചാണ്? എന്തൊക്കെയാണ് സീക്രട്ട് പറ. ഇതില് മാരിനേഷന് സാധാരണ പോലെ നമ്മള് ചേർക്കണ പൊടികളും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം ഇട്ടു, പിന്നെ തൈര്, വിനാഗിരി, പിന്നെ ഒരു സാധനം ഇട്ടത് ഓറഞ്ച് ജ്യൂസ്. ഒരെണ്ണം ഫുള്ള് ഓറഞ്ച് ജ്യൂസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നല്ലോണം പരട്ടി വെച്ചിട്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാ. അതും കുറച്ച് അതിനകത്ത് ചിക്കനിലിട്ടിട്ട് ഒന്ന് പരട്ടി വെച്ചു. കുറച്ച് ഇട്ടുള്ളൂ. ബാക്കി മസാലയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്ത. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് നമുക്കൊരു കൂട്ടം ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചേക്കാം. വേറൊരു മസാലയും കൂടി ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിനകത്ത് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് സോനമോൾ പറയൂ കുട്ടി പറയൂ. അല്ല, അത് ചേർക്കാന്ന് പറഞ്ഞാൽ വെറുതെ പൊടികളുള്ളൂ. ഇപ്പൊ ഇതില് ചിക്കനിൽ പരട്ടിയ മസാല ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് കുറച്ച് സവോള പേസ്റ്റ് ആക്കിയിട്ട്, സവോളയും തക്കാളിയും പേസ്റ്റ് ആക്കിയിട്ട് ഈ മസാലയും ചേർത്ത് അതിനകത്ത് എക്സ്ട്രാ കുറച്ച് മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഈ നമുക്ക് ചിക്കനിലൊന്ന് ഒപ്പി വെക്കാനുള്ള പേസ്റ്റ് ഇത് ഗ്രേവി ആക്കാൻ. എന്നിട്ട് ഇതിന്റെ മേലെ നല്ലോണം നമ്മള് എണ്ണയില് പൊരിച്ചെടുക്കും ഈ സാധനം. അപ്പൊ നമുക്കത് ചെയ്യുമ്പോ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പൊ നമുക്ക് ചെയ്യുമ്പോ കാണാം. അപ്പൊ ഞങ്ങൾ തുടങ്ങി പരിപാടി. കുറച്ച് മതി. ഒരല്പം വെള്ളം. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഫുൾ എണ്ണ പരിപാടി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുക്കറിൽ നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ കുട്ടനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാട്ടോ. അപ്പം ഇത് നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വറ്റൽമുളകും ഒരു തക്കാളി കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ഇങ്ങനെയാണ് സംഭവം കിട്ടിയത്. അതിന്റെ സ്റ്റോക്ക് ഇവിടെ ഇത്രയും ബാക്കിയുണ്ട്. ആ തക്കാളിയും ഉള്ളിയും കൂടി വേവിച്ചതിന്റെ വറ്റൽമുളകും തക്കാളിയും കൂടി വേവിച്ചില്ലേ, അത് നന്നായിട്ട് അരച്ചിട്ട് അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ചൂടാക്കി. ഈ പെണ്ണ് ശരിയില്ലട്ടാ. ഇവളോട് ഞാൻ ചെയ്യണ സമയത്ത് പറയാൻ പറഞ്ഞിട്ട് ഇവള് മിണ്ടാണ്ട് വന്നിട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞേ അതന്നെ മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും പിന്നെ ആ വേവിച്ച തക്കാളിയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എണ്ണയിലിട്ടിട്ട് കുറച്ച് മറ്റേ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളില്ലേ അതും കൂടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കി. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഒഴിക്കും. ഈ സ്റ്റോക്ക് ഇനിയിപ്പോൾ ആ പേസ്റ്റ് ചൂടായി കഴിയുമ്പോഴത്തേനും ഈ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മുടെ ഈ പേസ്റ്റിലോട്ട് അങ്ങോട്ട് ഒഴിക്കും. ഇതൊക്കെയാണ് ഗ്രേവി. അതാണ് അപ്പോൾ നമ്മുടെ ഗ്രേവി. ഇതിനെ നമ്മളിനി ഇങ്ങനെ മൊരിച്ചെടുക്കൂലേ. ഒന്ന് തല കുത്തി നിർത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് ആരും മറക്കരുതേ. നന്നായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് ഒഴിക്കാം അല്ലേ? ഒഴിച്ചോ. അപ്പോൾ സ്റ്റോക്ക് എടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിച്ചോളൂ നമുക്ക് പോരട്ടെ. വാവ്. അപ്പോൾ ചിക്കൻ വെന്ത വെള്ളം അതിനകത്ത് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് അങ്ങോട്ട് തിളച്ചോട്ടെ. ഇതൊക്കെ ഒരു വെറൈറ്റി രുചിയാണ്. നിങ്ങളിതെല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഇത് സോനമോളുടെ സ്വന്തം റെസിപ്പിയാണ്.
പക്ഷെ ഈ പന്നി കാണിച്ച പരിപാടി ഇവളെന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് വിളിച്ചില്ല. ഞാൻ ഇത് കറക്റ്റ് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞാണ്. അവളത് ചതിച്ചു തന്നെ. ഞാൻ മനഃപൂർവ്വം അറിഞ്ഞ് നോക്കി വന്നപ്പോണ്ട് അവളിത് ഇവിടെ പരിപാടി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയിന്ന്. എങ്ങനെയുണ്ട്? അതെ, ഇതങ്ങോട്ട് തിളക്കട്ടെ. ഇവിടെ ഈ ആശാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മറയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നീ പിടിക്കും, ഞാൻ നടക്കണോ? കണ്ടാ നല്ല ഷാർക്കി റാണിയായിട്ടുണ്ട്. ഷാർക്കി റാണിയായി വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, ചൂടാണോ? കൈകൊള്ളല്ലേ? വാവ്, എന്താ രുചി! അടിപൊളി. അതുകൊണ്ട് കുറച്ചിട്ട് വേണം. പിന്നെ നമ്മള് ഈ ഒരു ചാറ് കുറച്ച് നമ്മൾ ഇപ്പുറത്തേക്ക് ഒഴിക്കാൻ പോകട്ടോ. അങ്ങനെയല്ല, അതെടുത്ത് ഒഴിക്കുക വേഗം. ഞങ്ങൾ ഒഴിക്കാൻ പോകട്ടോ. അതുകൊണ്ട് ഒഴിച്ചോ. ആ, അങ്ങടാ ഒഴിക്കും. ആ, പോട്ടെ 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 പോട്ടെ. ആ, അങ്ങനെ. ആ, വാവ് 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 വാവ്. കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതേ ഇവിടെ ഉണ്ട്. ഇനി ഇതിങ്ങനെ കുറുകി 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 അങ്ങനെ വരും കേട്ടോ. അല്ലെങ്കിൽ ബാക്കി വെക്കണ്ട, അതങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി കൂടി ഇടാണ്. ഇത് ഫസ്റ്റത്തെ പരീക്ഷണം കേട്ടോ. പക്ഷെ സൂപ്പറുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ഒന്നും പറയാനില്ല. എൻ്റെ സോന, നീ എൻ്റെ കൈപ്പുണ്യാണ് കിട്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പറഞ്ഞേ ആരുടെ കൈപ്പുണ്യം? ഇവൻ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉഷാറിൽ കിടന്നങ്ങോട്ട് ആവട്ടെ. അപ്പം നമുക്ക് ഇവിടെ സംഭവം ഒലിച്ചെടുക്കട്ടതേ. സ്ഥലം ഇട്ട് കൊടുക്ക്. സോനയുടെ സ്പെഷ്യൽ കൂട്ടുകൾ അങ്ങനെ ഇട്ട് സോന കണ്ട് ഫുള്ള് കയ്യിലിട്ട് ആ നന്നായിട്ട് മുരിച്ചെടുക്കണം. അങ്ങോട്ട് പറഞ്ഞ് ഞാൻ തന്നെ കൊടുക്കണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. ആ, സ്വന്തം റെസിപ്പിക്കാണ്. പക്ഷേ പറഞ്ഞൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു കഴിവേ വയ്യ. അപ്പം ഇതും നോക്കണം, ഇതും നോക്കണം. കുട്ടിക്ക് വേറെ കയ്യിലൊന്നും കിട്ടിയില്ലേ? കഴുകി വെക്കണ്ടേന്ന് വെച്ചിട്ട് ചെറുതെടുത്ത് എന്തായാലും കഴുകണ്ടേ? ഒരു രക്ഷയും കേട്ടോ. സ്മെല്ല് വേണ്ട, നല്ല സ്മെല്ല്. സ്പെഷ്യൽ മസാല ചിക്കൻ ഫ്രൈ ഇവിടെ ഏകദേശം സോന സ്പെഷ്യൽ, അതെ, ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി തീ ഓഫാക്കിട്ടോ. ഇനി നമുക്കിതേ ഇവരങ്ങോട്ടൊന്ന് വറുത്ത് വന്നോട്ടെ. ഇത് നന്നായിട്ട് മൊരിയെ വറുത്തിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ചേർക്കണം കേട്ടോ. അപ്പൊ ഇനി ലാസ്റ്റ് ഗാർണിഷിങ് കണ്ടത് കൈയോണ്ട് തിളച്ച സാധനോ കൊള്ളാലോ. നീ ആള് പറഞ്ഞേട്ടാ ഈ തിളച്ച സാധനേ എന്നോട് കൈയോണ്ട് എടുത്തിടാൻ. ദൈവമേ, സോനയുടെ സിഗ്നേച്ചർ റെസിപ്പി ആണിട്ടത്.
അപ്പോൾ നമ്മുടെ സോനയുടെ സിഗ്നേച്ചർ റെസിപ്പി, സിഗ്നേച്ചർ ഡിഷ്, മസാല ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതിൻ്റെ സ്മെല്ല് തന്നെ ഒരു രക്ഷ. സോന ഇവിടെ ഇങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പരീക്ഷയൊക്കെ മറക്കല്ലേ കേട്ടോ, അടിപൊളിയാണ്. ടാറ്റ, ബൈ ബൈ.